നമ്മൾ കണ്ടു ടാസ്ക് 2ന്റെ നമുക്ക് എന്തൊക്കെ വേണ്ടത് നമ്മൾ കണ്ടു. ടാസ്ക് 2ന്റെ അകത്ത് വേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യമായി ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ സപ്പോർട്ടിംഗ് പാരാഗ്രാഫ് വേണം, പിന്നെ കൺക്ലൂഷൻ വേണം. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 3 മെയിൻ പാർട്സ് ഇൻട്രൊഡക്ഷന് 3 പാർട്ടുകൾ തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയിരുന്നു. ആദ്യത്തെ സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്ക് സെന്റൻസ് എന്ന് പറയും. ഇത് ബ്രോഡർ ടൈം, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. അവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളത് ഒരു ബ്രിഡ്ജ് സെന്റൻസ് വെച്ചിട്ട് ടു കണക്ട് ഇൻഫർമേഷൻ ലിങ്ക്സ് ഹുക്ക് ടു തിസിസ് സ്റ്റേറ്റ്മെന്റ്. തിസിസ് സ്റ്റേറ്റ്മെന്റിലേക്ക് ആ വലിയ പോയിന്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രിഡ്ജ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ തിസിസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. തിസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിസിസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഡു നോട്ട് സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് ഓഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോ tell the reader what is your opinion is and how it will be developed in the essay. അപ്പൊ നമ്മുടെ ഒപ്പീനിയൻ എന്താണോ ആ ഒപ്പീനിയൻ ആണ് തിസിസ് സ്റ്റേറ്റ്മെന്റ് അകത്ത് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു ആദ്യം ഒരു ഹുക്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ അത് ബ്രിഡ്ജ് വെച്ചിട്ട് തിസിസ് സ്റ്റേറ്റ്മെന്റ്, അത് കഴിയുമ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഹുക്ക് സ്റ്റേറ്റ്മെന്റ് അത് എന്തെല്ലാം വന്നെ നോക്കാം. അതായത് ഹുക്ക് സ്റ്റേറ്റ്മെന്റ് അത് മെയിൻ ആയിട്ട് വന്നെന്ന് പറയുമ്പോൾ opening sentences of your essay needs to be powerful, need to get attention to your evaluator. It needs to arouse their curiosity, make them to know more about what you have to say in your essay. Hook statement എന്ന് പറയുമ്പോൾ ask a question, tell a brief story, make a broad general statement that people will agree with. നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പോകണമെങ്കിൽ എപ്പോഴും നല്ലത്, അതായത് ഒരു ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് എല്ലാ ആൾക്കാരും എഗ്രി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഒരു ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് ദിസ് മേക്ക് ദ റീഡർ സിമ്പതി ടു ദ ലേറ്റർ ഐഡിയാസ് ബിക്കോസ് ഹി ഓർ ഷീ അഗ്രീ വിത്ത് ദ ഫസ്റ്റ് ഐഡിയ. അടുത്തത് പറയുമ്പോൾ ഗീവ് റീഡേഴ്സ് എ ഫാക്ട്, നമ്പർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. യൂസ് എ കോട്ട്, അതൊരു കോട്ടായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ എ പേഴ്സൺ, അത് നമുക്കൊരു പ്രോവർബ് ആണ് ഉപയോഗിക്കാം സ്റ്റാർട്ട് വിത്ത് ആയിട്ടെങ്കിൽ. യൂസ് എ ഫേമസ് കോട്ട് ദാറ്റ് വിൽ ഗെറ്റ് യുവർ റീഡർ മോർ സിംപ്ലി ബിക്കോസ് ഹി പ്രോബ്ലി റീഡ് it before and a little familiar with it. Beware, if you don't know who said the quote or exact words of the quote, do not use it. Basically നമുക്ക് സേഫ് സൈഡ് പോകാൻ പറ്റുന്ന കാണിച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് എ ബ്രോഡ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ വിൽ അഗ്രി വിത്ത് ഇറ്റ്. നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പോകാം. ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ ബ്രിഡ്ജ് സ്റ്റേറ്റ്മെന്റ് വെക്കുക, എന്നിട്ട് ആ ബ്രിഡ്ജിന്റെ അകത്ത് നിന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ തിസിസ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുവരിക. അപ്പോ 3 സെന്റൻസ് അതിലായി. 3 സെന്റൻസ് നമ്മൾ ആദ്യ സെന്റൻസ് നമുക്കൊരു കോംപ്ലക്സ് സെന്റൻസ് എഴുതാം, രണ്ടാമത്തെ കോമ്പൗണ്ട് കോംപ്ലക്സ് എഴുതാം, മൂന്നാമത്തെ നമുക്ക് 2 സിമ്പിൾ സെന്റൻസ് എഴുതി വെക്കാം തിസിസ് സ്റ്റേറ്റ്മെന്റ് നല്ലവണ്ണം അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. സോ വി പ്രൂവ്ഡ് അവർസെൽഫ് ദേർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രിഡ്ജ് സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. Bridge statement, the second part of the introduction connects information links to hook to thesis statement. അപ്പോൾ ഹുക്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് thesis സ്റ്റേറ്റ്മെന്റിലേക്കുള്ള ഇടയ്ക്ക് ബ്രിഡ്ജ് ആയിട്ട് ആ ഒരു നാരോ ചെയ്തിട്ട്, അതായത് ഇത് രണ്ടും ബന്ധിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ദി മോസ്റ്റ് കോമൺ ബി ഡെവലപ്പ് ദ ബ്രിഡ്ജ് സ്റ്റേറ്റ്മെന്റ് യൂസിങ് എ ക്വസ്റ്റ്യൻ ആസ് എ കണക്ഷൻ. എക്സാമ്പിൾ കൊടുത്തു നോക്കുക. These days many people live up to hundreds and 80-year difference is stunning. We have basically the same bodies as the ancestors did, so why we are live 4 times longer. ബേസിക്കലി അവർ ഉദ്ദേശിച്ച കാര്യം നമുക്ക് അത്രയ്ക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പോകേണ്ട കാര്യം, നമുക്ക് എന്താ ചെയ്യണം, നമുക്ക് നമ്മുടെ തിസിസ് സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെടാവുന്ന ഒരു സെന്റൻസ് നടക്കുക എഴുതിയാൽ മതി. കാരണം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിമൈനിങ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു എന്താ പറഞ്ഞേ ഇത് അതായത് റിമൈനിങ് ആയിട്ടുള്ള ആ സെന്റൻസുകളും ആ ഒരു ഐഡിയാസും നമ്മളിൽ നിന്ന് അത്രമാത്രം നമ്മുടെ എക്സാമിനർ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ വി ഡോണ്ട് ഗിവ് മോർ ഹോപ്പ് ടു എക്സാമിനർ. തിസിസ് സ്റ്റേറ്റ്മെന്റ് എന്താ? തിസിസ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. Third part of introduction is a key organizing tool for your essay because it tells the evaluator what to expect and directly tells the evaluator what your answer is in direct relation to the essay question. Here are some examples. Even though I grew up in a small country town, there are several rather obvious reasons that make living in the city
much better in my opinion. അതാണ് നമ്മുടെ thesis statement അല്ലേ? More and more career opportunities, greater consumer convenience and better public transportation are their key reasons for growing trend. രണ്ടാമത്തെ ഒരു thesis statement ഐഡിയ കൊടുത്ത് നോക്കിയേ. In my opinion. thesis statement വന്നു കഴിഞ്ഞു. Better health awareness, increasing medical advancement and higher level of personal contentment and satisfaction are the 3 key factors which justify the increasing age of living. ഇതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ്. നല്ല ടിപ്പാണിത്. റിമെമ്പർ ദാറ്റ് യുവർ thesis statement must state your answer to the question. അപ്പൊ thesis statement നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണേ? നമ്മുടെ ക്വസ്റ്റ്യന്റെ അകത്തുള്ള ആൻസർ ആയിരിക്കണം thesis statement വരിക. സോ എക്സാമിനർ അപ്പൊ അത് ഫോളോ ചെയ്യാം. അതായത് എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആ ചുരുക്കമായിട്ടുള്ള ആൻസർ ആയിരിക്കും thesis statement വരിക. അപ്പോൾ thesis statement കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വേറെ എങ്ങും തരേണ്ട കാര്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ അത് നമ്മൾ സമ്മറി ചെയ്ത് നമ്മുടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ കണ്ടു ഇപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണെങ്കിൽ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഐഡിയ ചെറുതായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ മൈ ഒപ്പീനിയൻ എന്നുള്ള ആൻസർ കൊടുത്തിരിക്കുക. അപ്പൊ നമ്മുടെ ആൻസർ കണ്ടുപിടിച്ച് നമുക്ക് thesis സ്റ്റേറ്റ്മെന്റ് എളുപ്പമായി. നമുക്കൊരു ഒന്നും കൂടെ ഒന്ന് ബാക്കിൽ പോയി നോക്കാം. ഹുക്ക് സ്റ്റേറ്റ്മെന്റ്, ഹുക്ക് സെന്റൻസ്, ബ്രിഡ്ജ് സെന്റൻസ്, thesis സ്റ്റേറ്റ്മെന്റ്, ഇത് മൂന്നും കൂടെ കൂടിയാ നമ്മുടെ ഇൻട്രഡക്ഷൻ പെർഫെക്റ്റ് ആയി. അതായത് നമുക്ക് സെന്റൻസിന്റെ അകത്ത് ഒരു കോംപ്രമൈസും വരാൻ പാടില്ല. അടുത്ത് നോക്കുക, ഹൗ ടു റൈറ്റ് ഹൈ സ്കോർ ഇൻ സപ്പോർട്ടിംഗ് പാരഗ്രാഫ്സ്. നമ്മൾ ഇവിടെ നിന്ന് നിർത്തിയായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സപ്പോർട്ടിംഗ് പാരഗ്രാഫ് എഴുതുക. സപ്പോർട്ടിംഗ് പാരഗ്രാഫ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ നോക്കിയിരുന്നു ഒരു സപ്പോർട്ടിംഗ് പാരഗ്രാഫിന്റെ അകത്ത് നോക്കിയേ, ഇതല്ല ശരിക്കും പറയാം ഈ പാരഗ്രാഫ് 2 ആണ് സപ്പോർട്ടിംഗ് പാരഗ്രാഫ്. അപ്പൊ ആദ്യത്തെ നമ്മുടെ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എ ആർഗ്യുമെന്റ് ആണോ, പ്രപ്പോസൽ ആണോ, ഡിസ്കഷൻ ആണോ തിരിച്ചറിയുക. രണ്ടാമതെന്ന് പറയുമ്പോ അപ്പൊ അത് തിരിച്ചറിഞ്ഞ് അപ്പൊ തന്നെ നമ്മൾ എന്താ നടത്താൻ പോണേ, നമ്മുടെ എസ്സയുടെ ഫോർമുലേഷൻ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോ ഇതിന്റെ അകത്ത് ഇതാണ് ആദ്യത്തെ സപ്പോർട്ടിംഗ് പാരഗ്രാഫ്, ഇത് രണ്ടാമത്തെ സപ്പോർട്ടിംഗ് പാരഗ്രാഫ്, മൂന്നാമത്തെ സപ്പോർട്ടിംഗ് പാരഗ്രാഫ്. ആദ്യത്തെ സപ്പോർട്ടിംഗ് പാരഗ്രാഫ്, രണ്ടാമത്തെ, മൂന്നാമത്തെ, ആദ്യത്തെ, രണ്ടാമത്തെ, 2 സപ്പോർട്ടിംഗ് പാരഗ്രാഫ്. അപ്പോൾ ഇത് 3 ഇൻട്രഡക്ഷൻ. അപ്പൊ നമ്മൾ ഇൻട്രഡക്ഷൻ എങ്ങനെ എഴുതാൻ നോക്കി. ഇൻട്രഡക്ഷൻ 3 കോമൺ തീമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഡിസ്കസ് ടോപ്പിക് നമ്പർ 1, ടോപ്പിക് നമ്പർ 2. ഇതാകുമ്പോൾ റീസൺ വിത്ത് എക്സാമ്പിൾ, ഫസ്റ്റ് റീസൺ വിത്ത് എക്സാമ്പിൾ, സെക്കൻഡ് റീസൺ വിത്ത് എക്സാമ്പിൾ. ഇതാകുമ്പോൾ യൂസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ടോപ്പിക് യൂസ്. അപ്പൊ ഇനി നോക്കുക, ഈ പാരഗ്രാഫ് ഈ 1 to 3, ഈ 1 to 3 ഇതെങ്ങനെ നമുക്ക് എഴുതാൻ നമുക്ക് നോക്കാം. സപ്പോർട്ടിംഗ് പാരഗ്രാഫിലേക്ക് പോകാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സപ്പോർട്ടിംഗ് പാരഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ സപ്പോർട്ടിംഗ് പാരഗ്രാഫ്? സപ്പോർട്ടിംഗ് പാരഗ്രാഫിന്റെ പർപ്പസ് എന്തുട്ടാ? ബേസിക്കലി നമുക്ക് പറയാനുള്ള കാര്യം പറയുക അല്ലെ. ദ പർപ്പസ് ഓഫ് ദ ഗുഡ് സപ്പോർട്ടിംഗ് ആൻഡ് മിഡിൽ പാരഗ്രാഫ് ഈസ് ടു പ്രൊവൈഡ് ദ വാല്യുബിൾ ഡിസ്കഷൻ ഓർ റീസൺ ടു persuade the evaluator that your essay answer is justifiable. ശ്രദ്ധിക്കുക, essay ആൻസറിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പറയാനുള്ള കാര്യം. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കണേ, ആ ഇൻട്രഡക്ഷൻ നിൽക്കുമ്പോ ഇപ്പൊ എന്താ സംഭവിക്കണേ, ആ എക്സാം അത് ഇൻട്രഡക്ഷൻ വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ പുള്ളികൾ ഐഡിയ കിട്ടുവാണ്, ഇനി കൊച്ചു എന്താണോ പറയാൻ പോണേ. അപ്പൊ സപ്പോർട്ടിംഗ് പാരഗ്രാഫ് വാട്ട് വി ആർ ഗോയിങ് ടു സേ റിയലി. Supporting paragraph do not need to be complicated, but simply provide worthy explanation for your introductory statements. അപ്പോ ഈ thesis സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യമില്ല, സിമ്പിൾ ആയിട്ട് നമുക്കത് എക്സ്പാൻഡ് ചെയ്താൽ മതി. നമ്മൾ thesis സ്റ്റേറ്റ്മെന്റ് എക്സ്പാൻഡ് ചെയ്താൽ മതി. അതാണ് സപ്പോർട്ടിംഗ് പാരഗ്രാഫിൽ വരാൻ പോണേ. Each supporting paragraph must serve a specific and independent purpose within essay. ബേസിക്കലി എന്താ പറയണേ, ഒരു സപ്പോർട്ടിംഗ് പാരഗ്രാഫിന്റെ അകത്ത് ഒരു ഐഡിയയെ പാടുള്ളൂ. സിമ്പിൾ, വെരി സിമ്പിൾ. അതാണ് നമ്മൾ ഇതിന്റെ അകത്ത് നോക്കിയാൽ തന്നെ നോക്കിക്കേ. അതായത് ഇപ്പൊ നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോ ഒരു സപ്പോർട്ടിംഗ് പാരഗ്രാഫിന്റെ അകത്ത്
ഡിസ്കസ് ടോപ്പിക് നമ്പർ 1, ഒരു ഐഡിയ പാടുള്ളൂ. ഡിസ്കസ് ടോപ്പിക് നമ്പർ 2, രണ്ടാമത്തെ ടോപ്പിക്ക്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഐഡിയ, രണ്ടാമത്തെ ഐഡിയ, മൂന്നാമത്തെ ഐഡിയ. ആദ്യത്തെ ഐഡിയ, രണ്ടാമത്തെ ഐഡിയ, മൂന്നാമത്തെ ഐഡിയ. അപ്പോ ഒരു ഗ്രാഫിൻ ഒരു സപ്പോർട്ടിംഗ് പാരാഗ്രാഫിന്റെ അകത്ത് ഒരു ഐഡിയ പാടുള്ളൂ. ബേസിക്കലി അത് മാറിപ്പോയി കേട്ടോ. ഓക്കെ, അപ്പോ എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് പാരാഗ്രാഫ് ഇരിക്കണം നോക്കിയേ. ടോപ്പിക് സെന്റൻസ് ടു പ്രൊവൈഡ് എ ക്ലിയർ ഓപ്പണിംഗ് ഫ്രേസ് വിച്ച് എക്സ്പ്ലെയിൻസ് what the paragraph is about. Okay. About there are 3 main parts in the good supporting paragraph, which is the last part is optional. About one supporting paragraph, appo nammal introduction kandu supporting paragraph inde agathu 3 part ulle. ഒന്നാമത്തെ part എന്ന് പറയുമ്പോൾ topic sentence. This provide a clear opening phrase which explains what the paragraph about. അപ്പൊ ആദ്യത്തെ റീസൺ അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പിക്. രണ്ടാമത് സപ്പോർട്ടിംഗ് പാരാഗ്രാഫ് എന്താ പറഞ്ഞേ? ടോപ്പിക് സെന്റൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓർ എക്സ്പ്ലനേഷൻ ടു ഡിസ്ക്രൈബ് explain the topic that provide more detailed information about what the topic and reason is. Explanation കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടേ? Example to provide further justification with the use of specific examples directly related to your description and explanation. അപ്പോ ടോപ്പിക് സെന്റൻസ്, ഡിസ്ക്രിപ്ഷൻ ഓർ എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ. ടോപ്പിക് ഒരു അപ്പൊ ഇത് ആ പഴയ ടൈമിലേക്ക് തന്നെ പോണേ. ജസ്റ്റ് ഓപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് നമ്മൾ ഒരു ടോപ്പിക് കൊടുത്താൽ പിന്നെ ആ ടോപ്പിക്കിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ആൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എക്സാമ്പിളും കൊടുത്തു. നോക്കാം. ക്ലോസിംഗ് ആൻഡ് സമ്മറി അത് ഓപ്ഷണൽ ആണ് നമുക്ക് ഇതിന്റെ അകത്ത് കേട്ടോ. സപ്പോർട്ടിംഗ് പാരാഗ്രാഫ് കൊടുത്താൽ നല്ലത്. One sentence to close summarize what you have just explained. Please note close summary is optional. Should only be used if you are comfortable paraphrasing. Topic sentence. The topic sentence is the first sentence of the supporting paragraph. Topic sentence എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ first sentence ആണ്. This sentence is extremely important because it provides a clear opening sentence which explains what the theme of the paragraph is. Paragraph's theme എന്താണെന്ന് explain ചെയ്യാണ്. Okay. The way to develop a good topic sentence is very similar to the hook part of the introduction. The best way to think the general theme sentence is to make a good broad general statement that most people would agree with. Here are some examples. In today's society, more and more people are choosing to take public transport to work. Topic sentence ഒരു സ്റ്റൈൽ അല്ലെ? ഒരു ആ സെന്റൻസ് എടുക്കുക. ഇൻ ടുഡേസ് സൊസൈറ്റി. നമുക്ക് വേണമെങ്കിൽ ആ ഇൻ ടുഡേ നമ്മളെ സെന്റൻസ് പഠിക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആ ഇൻ ടുഡേസ് സൊസൈറ്റി എന്നുള്ളത് നമുക്ക് ആ ട്രാൻസ്പോർട്ട് ടു വർക്ക് കഴിഞ്ഞിട്ട് കൊടുക്കാം അല്ലെ? ശ്രദ്ധിച്ചേ. മോർ ആൻഡ് മോർ പീപ്പിൾ ആർ ചൂസിങ് ടു ടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ടു വർക്ക് ഇൻ ടുഡേസ് സൊസൈറ്റി. സെന്റൻസ് കറക്റ്റാ. പക്ഷെ നമ്മൾ സെന്റൻസിന്റെ വെറൈറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലിട്ടേക്കുക. ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ പറയുമ്പോ ആ സൊസൈറ്റിക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത്. ആ ഇമ്പോർട്ടൻസ് ശരിക്കും കാണിക്കാൻ വേണ്ടി നമ്മൾ ഇടും. അപ്പോ വി മേക്ക് എ വെറൈറ്റി സെന്റൻസ് ദർ. ചേഞ്ച് ഈസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ടു എവ്രി വൺ ഡ്യൂറിങ് ദർ ലൈഫ്. ഒരു ടോപ്പിക് സെന്റൻസ്, ഒരു വലിയ ബ്രോഡർ ടൈം അല്ലെ? അടുത്ത് നോക്കുക. റെസ്റ്റോറൻറ്റ്സ് ആർ ബിക്കം മോർ പോപ്പുലർ വേ ടു ഈറ്റ് ഔട്ട് because of the increasing diversity of cuisines. കണ്ടോ? അപ്പോ ഇങ്ങനെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ ടോപ്പിക് സെന്റൻസ് ഇരിക്കണം. ഓക്കെ. അപ്പൊ ടോപ്പിക് സെന്റൻസ് നമുക്ക് ഐഡിയ കിട്ടി എങ്ങനെ ടോപ്പിക് സെന്റൻസ് ഇരിക്കുന്ന വരാം. അപ്പൊ ഇനി അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയേ.
ഇത് 3 എസ്സേയുടെ ആട്ടോ. ഇൻ ടുഡേസ് സൊസൈറ്റി മോർ ആൻഡ് മോർ പീപ്പിൾ ചൂസിങ് ടു ടേക്ക് പാർട്ട് ഓഫ്, അത് ആദ്യത്തെ എസ്സേ. അത് രണ്ടാമത്തെ ചേഞ്ചസ് സംതിങ് ഹാപ്പൻസ് എവരി വൺ ഡു, രണ്ടാമത്തെ റെസ്റ്റോറൻറ്റ്സ് മോർ പോപ്പുലർ ടു ഈറ്റ് മൂന്നാമത്തെ കേട്ടോ. ഈ സെയിമിന്റെ ഈ മൂന്നെണ്ണത്തിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തേ നമുക്ക് വായിച്ചു നോക്കാം. ഡിസ്ക്രിപ്ഷൻ ഓർ എക്സ്പ്ലനേഷൻ is used to further describe and explain the theme of the supporting paragraph. This is the important part of the paragraph because this is where you start to provide background information about the topic. The description explanation must naturally flow on from the topic sentence. Okay. Appo topic sentence nammal kandu. In today's society, more and more people are choosing to take part in public transport. And the explanation is, the reason for this is because many people are increasing their conscious about the pollution level of high numbers of the cars on the roads these days. In fact, there are companies which provide incentives for employees who take public transportation to work as a way to decrease the pollution levels and subsequent effects on the environment. ആ സെന്റൻസിലേക്ക് നോക്കണ്ട കേട്ടോ. സെന്റൻസിലെ കംപ്ലീറ്റ് മാത്രമല്ല. കാര്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാണ്, അതായത് ഈ സെന്റൻസിലേക്ക് നമ്മൾ നോക്കരുതെന്ന് പറയാൻ കാരണം, ഈ സെന്റൻസ് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്കിങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? അത് നമ്മുടെ ഏറ്റവും ആങ്സൈറ്റി തന്നെ അല്ലേ? നോ. ബിക്കോസ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു 4 പേരുടെ കൈകൾ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ആദ്യം എഴുതിയ ഒരാള് അത് വേറെ ആൾ എഡിറ്റ് ചെയ്ത് വേറെ ആൾ പ്രൂഫ് റീഡ് ചെയ്ത് മറ്റൊരാളുടെ പ്രൂഫ് ചെയ്തിട്ടാണ് ഈ സാധനം ബുക്കായിട്ട് പുറത്തായത്. കാര്യം പറഞ്ഞാൽ ആ ബുക്കിന്റെ പബ്ലിഷിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് ഒരാളുടെ ഐഡിയ അല്ല. സോ നെവർ തിങ്ക് അബൌട്ട് സെന്റൻസസ് ഹിയർ. ഓക്കെ, ഹിയർ തിങ്ക് അബൌട്ട് ഐഡിയാസ്, ഹൗ ദി ഐഡിയ ഇസ് ഡെവലപ്പിംഗ്. സോ അതുകൊണ്ട് നമ്മൾ ബുക്കിലെ സെന്റൻസുകൾ കണ്ട് നമ്മൾ ഒരിക്കലും പബ്ലിഷ് ചെയ്തപ്പെട്ട ഒരു ബുക്കിലെ സെന്റൻസ് കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാര്യമായിട്ടാണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് 4 പേര് തിരുത്തുക. ഇപ്പൊ ഞാൻ ഈ സാധനം പ്രൂഫ് റീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ സെന്റൻസ് തിരുത്തു വരുത്തും. അറ്റ്ലീസ്റ്റ് ദേ ആർ പേയിങ് മീ. അവനെനിക്ക് പേ ചെയ്യാൻ ഞാൻ എന്തെങ്കിലും തിരുത്ത് വരുത്തേ പറ്റില്ല, അല്ലെങ്കിൽ അവനെനിക്ക് പേ ചെയ്യില്ല കേട്ടോ. ബേസിക്കലി അത്രേ ഉള്ളൂ. അപ്പോ the reason for this is because many people are increasing their conscious about. Okay, ഒന്ന് വായിച്ചു. അടുത്ത അപ്പൊ ആ ഐഡിയ നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഐഡിയ എന്തൊട്ടാ? ചേഞ്ച് ഈസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ടു എവരി വൺ ഡ്യൂറിംഗ് ദ ലൈഫ്. നോക്കുക, ഈവൻ ദോ മെനി പീപ്പിൾ ഡു നോട്ട് ലൈക്ക് ചേഞ്ച്, it will always be inevitable throughout everyone's life. The group of people who do not like change tend to avoid as much as possible by maintaining position of the comfort. These decisions are made to avoid unknown effect of the change by always deciding to continue doing the same way. ഒരു ഐഡിയനെ വേറെ 2-3 ഐഡിയ ചേർത്തേക്കാണ്. ഓക്കെ, മൂന്നാമത്തെ വായിച്ചു നോക്കാം നമുക്ക്. റെസ്റ്റോറൻറ്റ്സ് ഹാവ് ബിക്കം very popular to eat out because of increase in diversity of cuisines. This is more case in the large cities due to their increase in multicultural diversity inhibitions. Many large cities have percentage of restaurants covering all the different cuisines due to their increase in diversity. Semicolon. Many restaurants have to provide lower cost meals in order to complete this competition, provide opportunities for more people to eat out rather than cooking at home. ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് നമ്മുടെ സെന്റൻസുകൾ ഇരിക്കുക ഐഡിയ കിട്ടി അല്ലെ. നമ്മുടെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം എക്സ്പ്ലനേഷൻ നോക്കുമ്പോ എത്ര വേർഡ്സ് ഉണ്ടെന്ന് നോക്കി. അതാണ് എക്സാമിൽ കൗണ്ട് ചെയ്യാൻ പോണേ. ദേ ആർ നോട്ട് കൗണ്ടിങ് സെന്റൻസസ്, ദേ ആർ കൗണ്ടിങ് വേർഡ്സ്. അതുപോലെ നമുക്ക് 250 വേർഡ് ഉണ്ടാക്കണം. അപ്പൊ അവര് ഏകദേശം കുറച്ച് വേർഡ് ഇതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് എക്സാമിനർ ഈസ് കൗണ്ടിങ്. ഓക്കെ, സോ നമ്മുടെ സെന്റൻസുകൾ നമ്മൾ ഇത്രയും അപ്പൊ ഒരു ബേസിക് നോക്കുക. അതിനകത്ത് 1, 2, 3 സെന്റൻസ് അതിനകത്തുള്ളൂ. 1, 2, 3 സെന്റൻസ്. 1, 2, 3 സെന്റൻസ്. അപ്പൊ ബേസിക്കലി
നമുക്കൊരു ചെറിയ സെന്റൻസ് ആണെങ്കിൽ 4 സെന്റൻസ് പോയാൽ ധാരാളം മതി നമ്മുടെ എക്സ്പ്ലനേഷന്റെ അകത്ത് അല്ലേ. അടുത്ത് നോക്കുക എക്സാമ്പിൾ. എന്താണ് എക്സാമ്പിൾ നോക്കുക. Examples are used within the supporting paragraph to provide specific information to help justify your supportive explanation your idea. IELTS evaluators see those examples are very valuable, which means that it is very important that you include examples in your supporting paragraphs. Okay, tip. It is very important that your examples directly related to a description, explanation that you have just written about. Explanation എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ആ എക്സ്പ്ലനേഷനെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എക്സാമ്പിൾ. അത്ര നമ്മൾ ആലോചിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ നാട്ടിൽ പോയിട്ട് പറയും ആലുവ പാലം പോലെയാണ് ലണ്ടൻ ബ്രിഡ്ജ് ഇരിക്കുകയാണ് നമ്മൾ പറയും. സോ ആൾക്ക് ഒന്നും കൂടെ ഐഡിയ കിട്ടാൻ വേണ്ടി ആ സെൻസ് ആലോചിച്ചാൽ മതി. This is because the purpose of examples provide a specific information which explains your description. It is not then it is redundant because it does not support your description. There are 2 ways to develop your essay examples. Personal example, explain the personal story or even directly related to the reasons. Examples എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോർ ഇൻസ്റ്റൻസ് കോമ പറയാമോ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറയാണ്. ഓക്കെ, അപ്പോ സോ വി ഹാവ് ടു ബി യൂസ് ദാറ്റ്. നമ്മൾ ആ 3 പാരാഗ്രാഫിൽ സെയിം ഫോർ ഇൻസ്റ്റൻസ് ഉപയോഗിക്കരുത്. ഫോർ ഇൻസ്റ്റൻസ് ആണെങ്കിൽ രണ്ടാമത്. ഓക്കെ, നമുക്കത് നോക്കാം. ലാസ്റ്റ് വീക്ക് മൈ ബോസ് അലൗഡ് മീ ടു അറ്റൻഡ് മൈ സിസ്റ്റേഴ്സ് ഗ്രാജുവേഷൻ വിച്ച് ഇസ് മീൻഡ് എ ലോട്ട് ടു മീ. ഓക്കെ, ജനറൽ എക്സാമ്പിൾ, explain something general sense. For example, in my city, ഇത് എന്റെ സിസ്റ്ററിനെ കുറിച്ച് എന്റെ ബോസിനെ കുറിച്ചും എന്റെ റിയൽ ലൈഫിനെ കുറിച്ച് ഞാൻ എഴുതിയേക്കുക. നമുക്ക് അങ്ങനെ എഴുതാം. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അതിന് ഒറ്റ കാരണമുള്ളൂ. അതായത് അങ്ങനെ എഴുതുമെന്ന് പറയുമ്പോൾ ബേസിക്കലി വി ആർ മേക്കിംഗ് അവർ ഓൺ സെന്റൻസസ്. പേഴ്സണലി ഇപ്പൊ എനിക്കൊരു അനുഭവം വെച്ചാൽ എല്ലാരും തന്നെ ഇപ്പം പറയുന്നതും സ്കോർ കിട്ടുമ്പോഴേക്കാളും എക്സാമ്പിൾ എപ്പോഴും ഇപ്പൊ നമ്മുടെ അനുഭവം അല്ലെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് എഴുതുമ്പോഴാണ് അവർ കൂടുതൽ പിന്നെയും നമുക്ക് സ്കോർ വരുന്നത്. ഓക്കെ, that's a good information. Okay, so we can try to make at least one personal example. We can go through the two things. നമുക്ക് അറ്റ്ലീസ്റ്റ് 2 എക്സാമ്പിൾ എഴുതാൻ ചാൻസ് ഉണ്ടല്ലോ. ഓർ നമ്മുടെ പേഴ്സണൽ എഴുതാം. General example, explain something general sense. Example, for example, in my city, it is very difficult to travel across the city quickly due to the high level of traffic. അപ്പോൾ എക്സാമ്പിൾസിന്റെ മോൾ അപ്പൊ ഇന്നത്തെ ബേസിക് ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർ എക്സാമ്പിൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കണം. Here are some examples based on topic above. നമ്മളിപ്പോ കണ്ട ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് നോക്കിയാൽ for instance, my uncle works for a multinational company. He receives a pack of 10 discounted top movie tickets every 2 months by taking public transport. For example, my father dislikes change to extent where he has worked in the same position in the same company for his entire life, even though he has been offered 7 promotions. For example, in my city, there is an area where there are many restaurants where you can eat for under 10, which is much more if you were to make a dinner at home. Okay. അപ്പോൾ എക്സാമ്പിൾസിന്റെ ഒരു ഉപയോഗം മനസ്സിലായി. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, it's like it can be an opinion as well. We can do that as well. അടുത്തത് പറയുമ്പോൾ ഓപ്ഷണൽ ആണ് ക്ലോസിംഗ് സമ്മറി. To close the summary or part of the supporting paragraph, this is used to summarize to confirm what your paragraph is about. This part does not need to be long, but simply close the paragraph so the evaluator clearly understand what you have just explained in the paragraph. It is important that if you use a close or summary paragraph, you do not need to repeat the same words.
നമ്മൾ സെയിം വേർഡ്സ് ചെയ്യരുത്, നമ്മൾ പാരഫ്രൈസ് ചെയ്താവുള്ളൂ. If you really want to close it. An easy way to look at develop the closer summary paragraph is the topic sentence. നമ്മുടെ ടോപ്പിക് സെന്റൻസിനെ പാരാഫ്രൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൺക്ലൂഷൻ ആവുന്ന ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്. There are some examples based on topic sentences above. This example is an indication that more and more people are choosing to take public transport to work. The topic sentence എന്തായിരുന്നു? In today's society, more and more people choosing to take public transport to work. റിയൽ മാറ്റം സംഭവിച്ചിട്ടു അല്ലേ? നോക്കുക, ചേഞ്ച് is something that happens to everyone during their life. Therefore, even though change is inevitable in everybody's life, there are still many people who avoid at any cost. When increasing diversity of cuisines affordably, it obvious the popularity of eating out will continue. Okay. Think of the middle paragraph as a circle where you start and finish at the same point. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നല്ലവണ്ണം അത് ഫിനിഷ് ചെയ്ത് വെച്ചു കാണിക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുകയാണ്. പക്ഷെ വി ഹാവ് ടു തിങ്ക് അബൌട്ട് അവർ വേർഡ്സ് as well. നമ്മൾ കൂടുതൽ വേർഡ്സ് ആയിട്ടും കാര്യമില്ല, 50 കൂടുതൽ പോയിട്ടും കാര്യമില്ല. വേർഡ്സ് നമ്മൾ നോക്കി നമ്മൾ ചെയ്താൽ മതി. എന്താണ് കൺക്ലൂഷൻ? ഹൗ ടു റൈറ്റ് എ ഹൈ സ്കോറിംഗ് കൺക്ലൂഷൻ? നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാൻ കേട്ടോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ കൺക്ലൂഷൻ? The purpose of the good conclusion is to integrate the ideas covered in the body of your essay. Make statements to summarize the meaning of all the ideas. Each should not be long, approximately 2 to 3 sentences sufficient. ഒരു 2-3 സെന്റൻസ് വെച്ചിട്ട് നമ്മളതിന്റെ കൺക്ലൂഷൻ നമ്മൾ പറയാണ്. നമ്മുടെ നാട്ടിലെ കൺക്ലൂഷൻ തൊട്ടാ എന്ത് പ്രസംഗം കഴിഞ്ഞാൽ അവസാനം ജയ് ഹിന്ദ് എന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ നമുക്കും എല്ലാത്തിനും ഒരു കൺക്ലൂഷൻ ആവശ്യമാണ് കേട്ടോ. വാട്ട് ആർ ദി പാർട്സ് ഓഫ് ദി കൺക്ലൂഷൻ? അപ്പൊ കൺക്ലൂഷന് ഒരു പാർട്ട് ഉണ്ട്. വി ആർ വെരി വെരി സ്പെസിഫിക്. വി ആർ നോട്ട് ഗോയിങ് ടു give any compromise now. There are 3 main parts in the good conclusion. Paraphrase your hook statement. Summarize the main topics from the supporting paragraphs. Main points. Final thought or comments. Do not include any new information in the conclusion. അതാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം കേട്ടോ. ഒരിക്കലും നമ്മളൊരു പുതിയ കാര്യം, ഒരു പുതിയ ഓപ്പണിംഗ് വെക്കരുത്. സമ്മറൈസ് ദ മെയിൻ പോയിന്റ്സ് വിത്ത് സപ്പോർട്ടിംഗ് പാരാഗ്രാഫ്. ആ മെയിൻ പോയിന്റ്സ് എന്തായിരിക്കും? അതിന്റെ കൺക്ലൂഷൻ ആയിരിക്കും നമ്മൾ എഴുതാൻ പോകണം അല്ലെ. ആ 2 കൺക്ലൂഷനും ഹുക്ക് സ്റ്റേറ്റ്മെന്റും നമ്മുടെ കമന്റുമായി എഴുതി വെക്കാം. ഫൈനൗട്ട് എല്ലാം നമ്മൾ ഓരോ പാരാഗ്രാഫും സമ്മറൈസ് ചെയ്ത് പോകണം. അതല്ലെങ്കിൽ ടോപ്പിക് സെന്റൻസിന്റെ നമ്മൾ ചെയ്താൽ മതി. Here are some examples. The choice to live in the city rather than a small town is a growing trend of all ages. Career opportunities, consumer convenience, and transportation all provide big advantages for this change. Whether this trend will continue or stop is something that will be great interest. But for this time being, it is clear why the trend is moving to cities. Interesting. ആ സെന്റൻസ് നോക്കരുത്. സെന്റൻസ് ഒരുപാട് പ്രൂഫ് ചെയ്യപ്പെട്ട സെന്റൻസ് ആണ്. We have to write our own sentence, but look in the ideas. Okay. അപ്പൊ അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ വേണം. ഒന്നാമത് ആ ഹുക്ക് സ്റ്റേറ്റ്മെന്റിനെ പാരഫ്രൈസ് വെച്ചേക്കുക. നമുക്കപ്പോ ഹുക്ക് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു നോക്കാം. അതിൻ്റെ അകത്ത് ഓക്കെ. അപ്പൊ കൺക്ലൂഷന്റെ അകത്ത് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. ആദ്യത്തെ സെന്റൻസ് പറയുമ്പോൾ ഹുക്ക് സ്റ്റേറ്റ്മെന്റ് പാരഫ്രൈസ് വെക്കാം. രണ്ടാമത് സമ്മറൈസ് ദ മെയിൻ പോയിന്റ്സ്. ഓക്കെ. രണ്ടാമത്തെ എക്സാമ്പിൾ, ദി ഏജ് ഓഫ് ദി 100 ഈസ് നൗ ബിക്കം എ കോമൺ
achievement, even though several generations ago this milestone was very uncommon. This is all due to the development of human awareness and the medical advancement. With the developments, the age of 120 may become common age in several generations' time. അപ്പോ ഇപ്പൊ നമ്മുടെ എസ് നമ്മൾ പൂർത്തിയാക്കി അല്ലേ? ഐഡിയ എന്തൊക്കെ വേണം? ഒന്ന് ടോപ്പിക് സെന്റൻസ്, ഒന്ന് ഇൻട്രൊഡക്ഷൻ, 2 സപ്പോർട്ടിംഗ് പാരഗ്രാഫ്സ്, കൺക്ലൂഷൻ മെയിൻ. ഇൻട്രൊഡക്ഷന്റെ അകത്ത് ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ. ഇൻട്രൊഡക്ഷന്റെ അകത്ത് ഹുക്ക് സ്റ്റേറ്റ്മെന്റ്, ബ്രിഡ്ജ് ആൻഡ് തിസിസ് സ്റ്റേറ്റ്മെന്റ്. സപ്പോർട്ടിംഗ് പാരഗ്രാഫിനകത്ത് ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. പിന്നെ കൺക്ലൂഷന്റെ അകത്ത് 3 സെന്റൻസ് മെയിൻ ആയിട്ട് വരണം. 1 ഹുക്ക് സ്റ്റേറ്റ്മെന്റ്, 2 സമ്മറൈസ് ദ മെയിൻ പോയിന്റ്സ്, 3 ഫൈനൽ തോട്ട്സ് ആൻഡ് കമന്റ്സ്. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് നമ്മൾ വായിച്ചു പോയി കഴിയുമ്പോൾ വേറെ കുറച്ച് സാധനങ്ങൾ കണ്ടു. എന്താണ്? വാട്ട് ആർ ദ ട്രാൻസിഷൻ ആൻഡ് കണക്റ്റിംഗ് ഫ്രേസസ്? മലയാളത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ട്രാൻസിഷൻ പർപ്പസ് വരാറുണ്ട്. നമ്മൾ പറയും എന്നിട്ട് അങ്ങനെ പറയാറുണ്ട്. പിന്നെ പറയും എന്നിരിക്കലും അവൻ ചെയ്ത് ശരിയായില്ല. നമ്മൾ കോമണിൽ പറയുന്ന വാക്കാണ് ഒക്കെ മലയാളത്തിൽ. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കല്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഒട്ടും ശരിയായില്ല. സോ ദാറ്റ് കൈൻഡ് എല്ലാ ഭാഷയിലും ഈ സംഭവം ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. Transition phrases, connecting phrases are phrases which allow the ideas and paragraph to flow together. Without the transition phrases, it is difficult to connect your ideas throughout the essay. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ശ്രദ്ധിച്ചു നോക്കിയേ, എന്താണ് കണക്റ്റിംഗ് ഫ്രേസ് നമ്മൾ സഹായിക്കണേ? വിച്ച് അലൗ യുവർ ഐഡിയാസ് ആൻഡ് പാരഗ്രാഫ് ഫ്ലോ ടുഗദർ. അപ്പൊ എക്സാമിനർക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ എസ്സേ നമ്മുടെ ഇത് ഫ്ലോ ആയിട്ട് പോകുന്നുണ്ടോ? നമ്മുടെ എസ്സേ എപ്പോഴും നല്ല ഫ്ലോയിൽ പോകണം. ആ ഫ്ലോയിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കണക്റ്റിംഗ്. ഓക്കെ, അത് കൂടുതൽ ഉപയോഗിക്കാനും പറ്റില്ല കേട്ടോ, ഫ്ലോ കൂടിയാലും പ്രശ്നം. സോ it is difficult to connect ideas throughout the essay. It is highly recommended that you memorize some of these transition verbs to use them. എല്ലാം മെമ്മറൈസ് ചെയ്തോ കേട്ടോ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഉപയോഗിക്കേണ്ട connecting words. There are 3 reasons why. Firstly, secondly, thirdly, what I want to talk about is at the most important, a major development. Why it's so important? In my opinion, personally, I believe that from the point of view, I think there are reasons why. The 2 points I will discuss are. ഇത് എന്തിന്റെ ആലോചിക്കേ, നമ്മുടെ തിസീസ് സ്റ്റേറ്റ്മെന്റ് തൊട്ട് മുമ്പ് നമുക്ക് ചേർക്കാൻ പറ്റിയ വാക്കുകളാ. നമ്മളിപ്പോ ഇൻ മൈ ഒപ്പീനിയൻ മാത്രമേ കണ്ടോളൂ. തിസീസ് സ്റ്റേറ്റ്മെന്റിന് മുമ്പ് നമ്മൾ ചേർക്കേണ്ട ഒരു കണക്റ്റിംഗ് വേർഡ്സ് ആണ് വൺ ഓഫ് ദിസ്. ഓക്കെ, അടുത്ത് നോക്കിയേ. Write your favorite introductions and praises. Alright, okay, that's fine. Supporting paragraph. Supporting paragraphിനകത്ത് വരാവുന്ന connecting phrases. On the other hand, on the contrary, for example, just like, similarly, in contrast, also, so, in fact, furthermore, as an example, for instance, but in addition, because, thus, hence. എല്ലാം പറയുന്നത് അത് ആവശ്യമുള്ളത് മാത്രമേ അതാവുള്ളൂ. റൈറ്റ് എ ഫേവറേറ്റ് സപ്പോർട്ടിംഗ് ട്രാൻസിഷൻ. അപ്പൊ സപ്പോർട്ടിംഗ് പാരാഗ്രാഫിന്റെ, അതായത് ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ, ഇത്ര എഴുതുമ്പോൾ അതിന്റെ അകത്ത് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേതെങ്കിലും ഉപയോഗിക്കാം, പഠിക്കാം. കൺക്ലൂഷനിൽ വരുമ്പോഴോ, therefore, conclusion, in other words, as a result, finally, in summary, from this or that. അപ്പോ ഇപ്പൊ നമ്മുടെ എസ് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നാളെ ഇതിന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കാം. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എസ് എഴുതാൻ പോകരുത്. നമ്മൾ അത് പുറത്തിട്ട് നമ്മൾ എങ്ങനെ
ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെ പ്ലാൻ ചെയ്യണ്ടേ? ടോപ്പിക് ടോപ്പിക് സെന്റൻസിന്റെ മെയിൻ തീം ആയിട്ട് എഴുതി വെച്ചു. ഹുക്ക് സെന്റൻസിന്റെ മെയിൻ തീം എഴുതി വെച്ചു. തിസിസ് സ്റ്റേറ്റ്മെന്റിന്റെ മെയിൻ കുഞ്ഞിനായിട്ട് 1-2 വാക്ക് എഴുതിയാൽ മതി. അത് എഴുതുന്ന പറയുമ്പോൾ അത് എക്സാമിനർ കാണുന്നില്ലാത്തതുകൊണ്ട് നമുക്കത് എന്താ പറയാ, നമുക്ക് റിമൈൻഡർ ആയിട്ട് വന്നാൽ മതി ആ സാധനം. നമുക്ക് എന്ത് കോഡ് ഭാഷ എഴുതാം, വി വാണ്ട് എ റിമൈൻഡർ. ഓക്കെ. രണ്ടാമെന്ന് പറയുമ്പോൾ ടോപ്പിക് സെന്റൻസ് അതിന്റെ 2 എക്സ്പ്ലനേഷന്റെ 2 പോയിന്റ് 1-2 വാക്ക് എഴുതിയാൽ മതി. എക്സാമ്പിള് ഞാൻ എന്റെ എക്സാമ്പിൾ പറയാൻ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞ അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടോപ്പിക് സെന്റൻസ്, പിന്നെ അതിന്റെ എക്സ്പ്ലനേഷന്റെ 2-3 വേർഡ്സ്, പിന്നെ എക്സാമ്പിൾ. ആ വേർഡ്സ് എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ആ വൊക്കാബുലറി എഴുതിക്കുന്ന എളുപ്പമുണ്ട്. ഇത്രയും essay 8 മിനിറ്റ് നമ്മൾ പുറത്തിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യാൻ പോണേ? ഒന്നും ഫോക്കസ് ചെയ്യാനില്ല, നമ്മുടെ സെന്റൻസിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. ബിക്കോസ് എക്സാമിനേഴ്സ് ആർ കണ്ണിങ്. അവര് നമ്മുടെ സബ്ജക്ട് എന്താണല്ലോ വായിക്കാൻ പോണേ. അവര് വായിക്കാൻ പോണത് നോക്കുമ്പോ ഞാൻ ഇന്നലെ കണ്ടു. അവർ എന്തൊക്കെ നോക്കുന്നേ? നിന്റെ ഒക്കാബിലിറ്റി എങ്ങനെയുണ്ട്, നിന്റെ ഗ്രാമർ എങ്ങനെയുണ്ട്, നിന്റെ പഞ്ച്വേഷൻ എങ്ങനെയുണ്ട്, പ്രിപ്പോസിഷൻ എങ്ങനെയുണ്ട്. സോ വി ക്യാൻ കോൺസെൻട്രേറ്റ് ദയർ. We can don't develop your idea on your planning stage. Just put your ideas there. Don't develop it. If you're going to develop it, it will take a long time. The main idea വെക്കുക. പിന്നെ എഴുതി വരുമ്പോൾ നമ്മുടെ സെന്റൻസ് നമ്മൾ പിന്നെ ഇതിന്റെ അകത്ത് കിടന്നിങ്ങനെ ഐഡിയ അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ പാലിക്കണം. ഓക്കെ. ഈ മുകളിലത്തെ സപ്പോർട്ടിംഗ് പാരാഗ്രാഫ് ഞാൻ 2 കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസ് അത് ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചുള്ള എഴുതി വെച്ചു. ഇനിത്തെ ഞാൻ എഴുതുവാണെങ്കിൽ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. എളുപ്പമാണ്. കോമ്പൗണ്ട് സെന്റൻസ് മനസ്സിൽ പറഞ്ഞിട്ട് ആ ഐഡിയയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കോമ്പൗണ്ട് സെന്റൻസിൽ വന സാധനം ഡെവലപ്പ് ചെയ്താൽ പോലെ. ഓൾറെഡി സെന്റൻസസ്. അപ്പൊ സെന്റൻസ് നമുക്ക് യാതൊരു വ്യത്യാസം വരുന്നില്ല. അപ്പോ